ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളായിട്ടോട്ടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒന്ന് ആദ്യമോൻ്റെ മുടി വെട്ടിക്കണം, രണ്ട് പുതിയാപ്പിലൂടെ ഒന്ന് പോയി വരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ കാര്യം കുറച്ച് റിസ്ക് ഉള്ളതിനെ കൊണ്ട് ആദ്യം അത് തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ടോ. കുറേയൊക്കെ അവ ഇരുന്ന് തന്നു, പിന്നെ ഉറക്കമൊക്കെ വന്നപ്പം വെറീസായി. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും എത്രയോ നന്നായി മുടി വെട്ടിയിട്ടോ. പിന്നെ ആദ്യമോനെ അച്ഛൻ ഉണ്ടെങ്കിൽ പിന്നെ കുറേ ഇരുന്ന് കൊടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പുതിയാപ്പയിലേക്കാണ്. കയറി ചെല്ലുമ്പോൾ ആ ദൂരത്തുനിന്നേ അതിൻ്റെ ഒരു വ്യൂ കിട്ടിയപ്പോൾ എന്ത് ഭംഗിയായിട്ടാട്ടോ തോന്നിയത്. അടുത്ത് ചെന്നപ്പോൾ അതേ ഭംഗിയുണ്ടായിരുന്നു. എത്ര നന്നായിട്ടാട്ടോ ഈ ലൈറ്റിൻ്റെ സംഗതികളൊക്കെ അവർ സെറ്റ് ചെയ്തത്. വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ, എന്താ പറയുക, എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരിക്കില്ലേ ഇങ്ങനൊരു സംഭവം കാഴ്ചയ്ക്ക് വിസ്മയമാക്കിയിട്ട് അവർ തീർത്തതില്ലേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു വരവിൻ്റെ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. അതുകൊണ്ടായിരിക്കും എന്താ പറയുക, എവിടെയും എന്താ പറയുക, നിന്ന് കാണാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. പോലീസുകാരും പിന്നെ അമ്പലത്തിലെ വളണ്ടിയർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മളോട് പെട്ടെന്ന് കടന്നു പോകാനാണ് കാരണം വരവ് വന്ന ആ ബ്ലോക്കിൽ കുടുങ്ങിയാൽ കൂടുതൽ തിരക്കൊക്കെ ആയി തോന്നുന്നത് കൊണ്ട് അവർ നമ്മളെ വേഗം കടത്തി വിട്ടിട്ടോ. എന്നാലും ആ കിട്ടിയ സമയം കൊണ്ട് ഞാനുള്ള വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ആദ്യമോൻ്റെ അച്ഛനെ എടുത്ത് മുന്നിലായിട്ടാട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, നന്നായിട്ട് വീഡിയോ എടുക്കാൻ, അങ്ങനെയല്ല, എനിക്ക് എൻ്റേതായ രീതിയിൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്താ പറയുക, എന്തായാലും സംഗതി കലക്കി. കോഴിക്കോട് കണ്ടവർക്കറിയാം അതിൻ്റെ ഒരു വിസ്മയം തീർത്ത കാഴ്ചകളല്ലേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്പലത്തിൽ കുറേ പരിപാടിയും കാര്യങ്ങളും ചന്ത പോലെയൊക്കെ ഉണ്ട്. അതൊക്കെ കാണണമെന്നുണ്ട് കൂടുതലായിട്ട്. പക്ഷേ തിരക്കും കാര്യത്തിൽ പെട്ട് നമുക്ക് എന്താ പറയുക, ഇറങ്ങാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എവിടെ ഇറങ്ങുമെന്നല്ല, നമുക്ക് ജസ്റ്റ് ആ ലൈറ്റിൻ്റെ സംഗതികളൊക്കെ കണ്ട് അതിൻ്റെ ചോട്ടിൽ കൂടെ ഒന്ന് പോരാന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതിനെക്കൊണ്ട് പിന്നെ ഇറങ്ങണം എന്നുള്ളൊരു വാശിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്താ പറയുക, ഇതൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് എന്താ പറയുക, ഒന്ന് ആദ്യമോന് കാണിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതൊക്കെ നടന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഹാപ്പിയാണ്, അവനും ഹാപ്പിയാട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് പൊറാട്ട മേടിച്ചിട്ടോ. അപ്പോൾ വീട്ടിൽ നല്ല അയില മുളകിട്ട കറിയുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ പൊറാട്ട മേടിച്ച് വീട്ടിൽ പോയി അത് കഴിച്ച് നേരെ കിടന്നുറങ്ങാമല്ലോ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൊറാട്ടയൊക്കെ മേടിച്ചു നേരെ വീട്ടിലേക്ക് വിട്ടിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.